മേഞ്ഞു നടക്കുവാൻ 50 സെന്റിലധികം വിസ്തൃതിയുള്ള സ്ഥലത്ത് സ്വച്ഛന്തമായി വിഹരിക്കുന്ന ആട്ടിൻപറ്റങ്ങൾ, തണൽ വിരിച്ചുകൊണ്ട് അങ്ങിങ്ങായി തല ഉയർത്തി നിൽക്കുന്ന തെങ്ങുകൾ, ഭക്ഷണത്തിനായി ഇഷ്ടം പോലെ പ്രകൃതിദത്ത വിഭവങ്ങൾ, കണ്ണിനും മനസ്സിനും കുളിരു പകരുന്ന കാഴ്ചകളാണ് ഈ ആട്ടിൻകൂട്ടങ്ങളെ നോക്കി നിൽക്കുമ്പോൾ. കുശുമ്പ് കാണിച്ച് ഓടി നടക്കുന്ന ആട്ടിൻകുട്ടികൾ, മാതൃത്വത്തിന്റെ മധുരം ആവോളം നൽകുന്ന തള്ളയാട്, എല്ലാം എന്റെ നിരീക്ഷണത്തിലെന്ന ഗർവോടെ തല ഉയർത്തി നടക്കുന്ന മുട്ടനാട്. ഇത് ചാത്തമംഗലം സിമ്പിൾ ഹൗസിലെ ആഷിം മാലിക്കിന്റെ ആട് ഫാം. ആടുകളെ വളർത്തിയിട്ട് പണം സമ്പാദിക്കണമെന്ന ചിന്തയൊന്നും യുവ വ്യവസായിയായ ആഷിം മാലിക്കിന്റെ മനസ്സിലില്ല. തിരക്കിട്ട ജീവിതത്തിനിടയിൽ അല്പം മാനസിക ഉല്ലാസം, അത്രമാത്രം. എന്റെ അനിമൽസിനെ വളർത്താന്നല്ലേ ആ ആശയത്തിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നിയാവും. പിന്നെ കുറെ ഇങ്ങനെ സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വാങ്ങി അങ്ങനെ കൂടുതലായി എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു പ്രത്യേക ഒരു താല്പര്യം രാവിലെ ഒന്ന് വന്നിട്ട് നോക്കുക, വൈകുന്നേരം ഒന്ന് ഇതിന്റെ അടുത്ത് വരും. അപ്പൊ ഒരു റിലാക്സ് കിട്ടാന്നുള്ളത്. ഫാമിന് പുറത്തുനിന്നും നോക്കി നിൽക്കുമ്പോൾ ഏതൊരു മനസ്സിനും ഉല്ലാസം പകരുന്ന കാഴ്ചയാണിവിടെ എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. വാപ്പയുടെ ഉമ്മയിൽ നിന്നും കിട്ടിയതാണ് ആഷിം മാലിക്കിന് ഈ ആട് പ്രേമം. നാടൻ, ബീറ്റൽ, മലബാറി എന്നിങ്ങനെ വിവിധ ജനുസിലായി 50ഓളം ആടുകൾ ഈ ഫാമിലുണ്ട്. ഇറച്ചിക്കായി മാത്രം ആടുകളെ നൽകാറില്ലെന്ന് മാലിക് പറയുന്നു. ജീവനോടെ വേണമെങ്കിൽ തൂക്കിയെടുക്കാം. കുന്നമംഗലം വലിയട്ടാക്കിൽ പുതുശ്ശേരി പറമ്പിലാണ് മാലിക്കിന്റെ പ്രസ്ഥാനമുള്ളത്. ആടുകൾക്കുള്ള ഭക്ഷണം നാട്ടിൽ നിന്ന് ശേഖരിച്ചു നൽകുന്നത് കൊണ്ടാണ് നഷ്ടമില്ലാതെ ഫാം മാലിക് നടത്തിക്കൊണ്ടുപോകുന്നത്. പുല്ലൊക്കെ നമ്മൾ അരിഞ്ഞ് കൊണ്ടുവരാം. ഇത് നമ്മള് ഇതിന്റെ ഫുഡ് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് ലാഭമുള്ളൂ. അല്ല നമ്മളത് ഇവിടുന്ന് പിന്നെ കമ്പോളത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്കൊരു ലാഭമില്ല. അല്ല പിന്നെ ഓന് ഒരു സാധാരണക്കാരനായിട്ട് വയലിലും അവിടെ പോയി കഴിഞ്ഞിട്ട് ആ പൈസ ലാഭം. അതായത് ആ ഫുഡ് നമ്മൾ വാങ്ങിക്കൊടുക്കുക. ഒരു ബാഗിന് ഇപ്പോൾ അതിന് ഫുള്ള് പ്രോട്ടീനുള്ള ഒരു ഫുഡിന് പിന്നെ ഒരു ചാക്കിന് 30 കിലോന് 630 ഉറുപ്പിക കൊടുക്കണം. ഈ 630 ഉറുപ്പിക പറഞ്ഞാൽ ഒരു ആടിന് 1 കിലോ തന്നെ കൊടുക്കണ്ടേ. അങ്ങനെ കൂട്ടി വെക്കണ്ടി. ആ പിരീഡ് കൂട്ടി അവർ കൊല്ലൊക്കെ പോയിട്ട് അതിൻ്റെ അത് വരിക. അത് കാലിക്കുമായിട്ട് ചെയ്യുന്നേരം ലാഭം ഉണ്ടാവില്ല. നമ്മളെ കൂലിയും കാര്യങ്ങളൊക്കെ കാലിക്കുമായിട്ട് ചെയ്യുന്നേരം. ആട് വളർത്തലിൽ ശാസ്ത്രീയമായ രീതികൾ സ്വീകരിക്കുമ്പോഴും പ്രകൃതിദത്തമായ വഴികൾ തന്നെയാണ് മാലിക്കിന് പ്രിയം. അതിനപ്പുറം ഈ മിണ്ടാപ്രാണികൾ നൽകുന്ന മാനസിക ഉല്ലാസവും. അല്ലാതെ ഇപ്പോ ഏതെങ്കിലും ആൾക്കാർ വന്ന് ഇങ്ങനെ കച്ചവടക്കാർ വന്ന് കാണാൻ ഓല് കൊടുത്തിക്കണ ഒരു 5 പൈസ കിട്ടിയില്ല. പിടിച്ച് നിന്നെങ്കിൽ നമ്മൾ ടൗൺ ഏരിയയിലൊക്കെ പോയിട്ട് എല്ലാ കച്ചവടക്കാരും പറഞ്ഞാൽ ഓലൊരു സമയത്ത് 1000 വണ്ടിയേറ്റ് വരും. അന്നേരം നമ്മൾ കൊടുത്തിക്കുകയാണെങ്കിൽ കഴിച്ചാൽ കിട്ടും. പരീക്ഷണങ്ങൾക്ക് തയ്യാറുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും മാലിക് തയ്യാറാണ്. 9387501525 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ലാൽ കുന്നമംഗലം, സ്പൈഡർനെറ്റ് ന്യൂസ്.